ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. 250 കപ്പിനാണ് അരക്കപ്പ് പാലെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര, കൂടെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈസ്റ്റെല്ലാം നല്ലപോലെ ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായി ആക്റ്റീവായതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 കപ്പിന് തന്നെയാണ് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തിയേക്കാളും അല്പം ലൂസായ ഒരു മാവാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് അല്പം ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇനി ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ വലിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയ കുറച്ച് കൂടുതൽ സമയം തന്നെ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ഇതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. ഇതിന് 2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റിന് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ പീസാണ്. ഇതുപോലെ എല്ലില്ലാത്ത ചിക്കൻ പീസ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. കൂടെ 1/2 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി നല്ല പോലെ ചതച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റിന് മാറ്റി വെക്കണം. ഞാനിതിപ്പം ഫ്രിഡ്ജിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റെസ്റ്റിന് മാറ്റി വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പം ഡബിളായി പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് കേക്ക് ടിന്നിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഇതുപോലെ അങ്ങാക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇതുപോലത്തെ ഒരു പാത്രം വേണം. ഇതിൻ്റെ നടുവിൽ ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ പുറം ഭാഗത്തും നല്ല പോലെ ഒന്ന് ഓയിലാക്കി കൊടുക്കാം. ഇനി മാവ് ഈ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് നടുഭാഗത്ത് കുഴിയാക്കിയിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം. സൈഡ് ഭാഗം ഇതുപോലെ പൊന്തിയിട്ടാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കും പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഇതുപോലെ നന്നായി പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇനി മാവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെളുത്ത എള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ടൊമാറ്റോ സോസിന് പകരം എഗ് വാഷ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് റെസ്റ്റിന് മാറ്റി വെക്കണം. ഒരു 1/2 മണിക്കൂറെല്ലാം വെച്ച് കൊടുത്താൽ മതിയേ. നേരത്തെ നനഞ്ഞ തുണി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കും. ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് മയോണൈസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കൂടെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ മാവ് അരമണിക്കൂറായിട്ടുണ്ട് റെസ്റ്റിന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അടികട്ടിയുള്ളൊരു പാത്രം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു റിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ നടുഭാഗം കുഴിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അകത്ത് വെച്ച് കൊടുത്ത ആ പാത്രവും വെള്ളവും അങ്ങ് എടുത്ത് മാറ്റാവുന്നതാണ്. ഈ സമയത്തൊന്നും ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് വീണ്ടും അതിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ബ്രെഡ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് തണുക്കാൻ വേണ്ടി ഇതിൽ തന്നെ വെയിറ്റ് ചെയ്യരുത്, അപ്പം ബ്രെഡ് ഹാർഡായി പോവും. ഇനി ഇതുപോലെ ആ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. അങ്ങനെ ഇപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ നനഞ്ഞ തുണി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ചിക്കനെല്ലാം ഇവിടെ സോക്കായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ടും ഒന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ച ആ ബ്രെഡ് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ആ സോസ് അങ്ങ് ആക്കി കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ആ ചിക്കനും കൂടെ ഫുള്ളായിട്ടും അങ്ങ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ആ സോസ് അങ്ങ് ആക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, കുറച്ചും കൂടി വെളുത്ത എള്ളും കൂടെ ഇതുപോലെ അങ്ങ് മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.